കൃപയാൽ മിനിസ്റ്ററിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇന്നത്തെ ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം. മർക്കോസ് 5:34. മർക്കോസ് 5:34. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഈ തിരക്ക് പിടിച്ച ഈ ഒരു ജീവിതത്തിൽ, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നിറഞ്ഞ ഈ ജീവിതത്തിൽ ഓരോ ദൈവമക്കളും അല്ലെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. എന്താണ്? സ്വസ്ഥതയുള്ളൊരു ജീവിതം. ഹല്ലേലൂയ, ആമേൻ. സ്വസ്ഥതയായിട്ടിരിക്കണം. ഹല്ലേലൂയ. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്, കർത്താവെ, ക്രിസ്തുവിൻ്റെ സമാധാനത്തിൽ എനിക്ക് ജീവിക്കണം. ആമേൻ, സ്തോത്രം. ഇവിടെ നമുക്ക് ഈ ഒരു വാക്യം നമ്മൾ വായിച്ചതിൻ്റെ 25 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് 12 സംവത്സരമായി രക്തസ്രവം ഉള്ളൊരു സ്ത്രീയെക്കുറിച്ചാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ആ സ്ത്രീയോടാണ് ദൈവം എന്താണ്? നിന്റെ ബാധ ഒഴിഞ്ഞിരിക്കുന്നു, നീ സ്വസ്ഥമായി പോവുക. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നമുക്കവിടെ 25 വായിച്ച പോലെ 25 ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്. രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാൽ ഏറെ ഒന്ന് സഹിച്ച് അതായത് ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി. ഹല്ലേലൂയ. ഇപ്പോൾ ഫസ്റ്റ് പോയ ഡോക്ടറിൻ്റെ അടുത്ത് ആ വൈദ്യൻ പറഞ്ഞു കാണും, എന്താണ്? ഓക്കെ ആവും, ഇന്ന മരുന്നുകൾ കഴിക്കുക, ആമേൻ, സ്തോത്രം, നിനക്ക് ഓക്കെ ആകുമെന്ന് ആമേൻ, സ്തോത്രം, ആ സ്ത്രീയോട് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും അത് ഓക്കെ ആവുന്നില്ലെന്ന് കണ്ടപ്പോൾ, അല്ലെങ്കിൽ തൻ്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റവും ഇല്ലെന്ന് കണ്ട അവർ വീണ്ടും അടുത്ത വൈദ്യൻ്റെ അടുത്ത് പോയിട്ടുണ്ടാകും, അല്ലേ? അങ്ങനെ മാറി ഓരോരുത്തരും പറയുന്ന പല മരുന്നുകളും അവർ മാറി കഴിച്ചിട്ടുണ്ടാകും. ഹല്ലേലൂയ. പല റെമഡീസ് നോക്കിയിട്ടുണ്ടായിരിക്കും. ഹല്ലേലൂയ. തൻ്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുവാൻ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഏറിയൊന്ന് അതിനെന്ത് ചെയ്തു? സഹിച്ചു. കുറേ പൈസ ചിലവാക്കി. കുറേ തൻ്റെ കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും, ശമ്പളം ചിലപ്പോൾ ജോലി പോലും ഇല്ലായിരിക്കാം, അറിയില്ല, എങ്കിൽ ജോലിയുടെ ഒരവസ്ഥ പോലും ഇല്ലായിരിക്കാം. തൻ്റെ വളരെ കഷ്ടത നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന കുറച്ച് പൈസ, ആമേൻ, സ്തോത്രം, മുഴുവനും എന്തിനു ചെലവഴിച്ചു? ഈ മാറാരോഗം അല്ലെങ്കിൽ തന്നെ ബാധിച്ചിരിക്കുന്ന ബാധ എന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലേ? എന്താണ്? ബാധ ഒഴിഞ്ഞിരിക്കുന്നു എന്നാണ്. അപ്പോൾ ബാധയായി തന്നെ ബാധിച്ചിരുന്ന ആ ഒരു രോഗത്തിൽ നിന്ന്, ആമേൻ, സ്തോത്രം, അതിനുവേണ്ടി ഈ ലോകത്തിൽ അവൾ എന്ത് ചെയ്തു? ഒരുപാട് വൈദ്യന്മാരുടെ അടുത്ത് പോയി, പലരിടത്തും മാറിപ്പോയി. ആമേൻ, സ്തോത്രം. തനിക്കുള്ളതെല്ലാം അവൾ എന്ത് ചെയ്തു? ചെലവഴിച്ചു എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ആമേൻ, സ്തോത്രം. ചെലവഴിച്ചിട്ട് ഒട്ടും എന്ത് ചെയ്തില്ല? ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നമ്മുടെ സാഹചര്യങ്ങൾ, അതായത് നമുക്ക് ഇതേപോലെയുള്ള ചിലപ്പോൾ നിങ്ങളെ അലട്ടുന്ന മാരകമായ രോഗങ്ങളായിരിക്കാം. ഹല്ലേലൂയ. മനസ്സിനെ ഓരോ ദിവസവും കാർന്ന് തിന്നുന്ന ഡിപ്രഷൻ പോലത്തെ അവസ്ഥകളായിരിക്കാം. ഹല്ലേലൂയ, ആമേൻ. മനസ്സിനെ താഴേക്ക് വലിക്കുന്ന, അല്ലെങ്കിൽ താഴേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള, അതായത് തരം താഴ്ന്ന രീതിയിലുള്ള ഇൻഫീരിയർ കോംപ്ലക്സ്, അങ്ങനത്തെയുള്ള അസുഖങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള ചിന്തകളായിരിക്കാം ഒരു പക്ഷേ നിങ്ങളെ എന്ത് ചെയ്യുന്നത്? നിങ്ങൾ ഭാരപ്പെടുന്നത്, എന്നെ കേൾക്കുന്ന ജനങ്ങളെ നിങ്ങൾ ഭാരപ്പെടുന്നത്. ഹല്ലേലൂയ. ചിലപ്പോൾ മക്കളെ ചൊല്ലിയുള്ള ആമേൻ, സ്തോത്രം, അതീവ ദുഃഖത്തിലായിരിക്കാം. ആമേൻ, സ്തോത്രം, പുത്രനഷ്ടത്തിലായിരിക്കാം. ഹല്ലേലൂയ. മാതാപിതാ നഷ്ടത്തിലായിരിക്കാം നിങ്ങൾ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഏത് ഇതിലാണെങ്കിലും ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, നിങ്ങളുടെ ജീവിതത്തിലും ഈ സ്ത്രീയെ കൂട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പരവശയായി തീർന്നു. എന്തുകൊണ്ടാണ് അവൾ പരവശയായി തീർന്നത്? ഓരോ വൈദ്യൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ, അല്ലെ തന്നിൽ നിന്ന് പോകുന്ന പൈസ, അല്ലെങ്കിൽ തനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നെല്ലാം ആയിരിക്കാം, വളരെ തുച്ഛമായ വരുമാനത്തിൽ നിന്നായിരിക്കാം തൻ്റെ ശരീരത്തിനൊരു വില, അല്ലെങ്കിൽ ആ ഒരു ആരോഗ്യം കിട്ടുവാൻ, അല്ലെങ്കിൽ ആ അസുഖത്തിൽ നിന്നൊരു മാറ്റം ലഭിക്കുവാൻ താൻ ചെലവഴിച്ച പൈസയെല്ലാം വെറുതെ ആവുന്നു. ഹല്ലേലൂയ. പലരുടെയും വാക്ക് കേട്ട് ഒന്നിനും ഒരു എന്തില്ല, റിസൾട്ട് കാണാത്ത അവസ്ഥ. ഈ ഒരു അവസ്ഥയിലേക്ക് ലാസ്റ്റ് എത്തിയപ്പോൾ ആൾ എന്തായി? പരവശയായി. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ആ പരവശയായി തീർന്നിരുന്ന ആ ഒരു സ്ത്രീയാണ് എന്ത് ചെയ്യുന്നത്? യേശുവിൻ്റെ അടുത്ത് യേശുവിൻ്റെ വർത്തമാനം കേൾക്കുക. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവജനമേ,
അതായത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ ആശ്രയങ്ങളും മാറിക്കഴിയുമ്പോൾ, അതായത് ലോകത്തെ നമ്മൾ ആശ്രയിക്കുന്ന ആശ്രയങ്ങൾ ഒക്കെയും അതിൽ ഒന്നും ലഭിക്കുന്നില്ല എന്ന് കഴിയുമ്പോഴായിരിക്കും ഒരുപക്ഷെ നീ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ മുന്നേ അലട്ടിയിരുന്ന മാരക രോഗങ്ങൾക്ക് പുറകെ നീ നടന്ന് ഒന്നും വിടുതൽ ലഭിക്കാതെ വണ്ണം ലാസ്റ്റ് ആയിരിക്കും യേശുവിനെ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുള്ളത്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ആമേൻ, സ്തോത്രം. 90% 80% നമ്മുടെ ജീവിതം പരിശോധിച്ചാൽ നമ്മളും ഇങ്ങനെയല്ല ദൈവമക്കളെ. നമ്മുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടമായി കഴിയുമ്പോഴായിരിക്കും നമ്മൾ യേശുവിനെ, അല്ലെങ്കിൽ ഒന്നിനും ഒരു ഇതില്ലാതെ വരുമ്പോഴായിരിക്കും നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്നത്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അതേപോലെ എന്നെ കേൾക്കുക, അതായത് യേശുവിനെ കർത്താവായി സ്വീകരിക്കാത്ത ആമേൻ, സ്തോത്രം, ആരെങ്കിലും എൻ്റെ ഈ ഒരു വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ ഇന്ന് നിങ്ങളുടെ രോഗത്തിന് വേണ്ടി, നിങ്ങളുടെ മനസ്സിൽ അസ്വസ്ഥതയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ മാരകമായ രോഗങ്ങൾ, അതായത് മനസ്സിനെ കാർന്നിരുന്ന മാനസിക അസ്വസ്ഥതകളാൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, പല ഇടങ്ങളിൽ നിങ്ങൾ നെട്ടോട്ട് ഓടുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അവിടെ ഒന്നും നിങ്ങൾക്ക് പരിഹാരം ലഭിക്കുകയില്ല. മേ ബി ശാശ്വതമായ ഒരു പരിഹാരം നിങ്ങൾക്ക് എന്ത് ചെയ്തില്ല, ലഭിക്കുകയില്ല. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ എന്ത് ചെയ്യണം, യേശുവിനെ കുറിച്ച് വർത്തമാനം കേൾക്കണം. യേശുവിന് മാത്രമേ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങളെ പൂർണ്ണമായി രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ഈ വായിച്ച ഈ 12 സംവത്സരം, 1-2 വർഷമല്ല ദൈവമക്കളെ, 12 വർഷം ഇവൾ ഈ ബാധയ്ക്കുള്ളിൽ കടന്നിരുന്നു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. തന്നിനുള്ളതെല്ലാം അവൾ എന്ത് ചെയ്തു, ചിലവഴിച്ചു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ലാസ്റ്റാണ് അവൾ എന്ത് ചെയ്തു, യേശുവിനെ കുറിച്ച് കേട്ടത്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അതിനുശേഷം നമ്മൾ വായിക്കാം, അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ, ഹല്ലേലൂയ, ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പുരുഷാരത്തിൻ്റെ പുറകിൽ കൂടെ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ അറിഞ്ഞിരിക്കാത്ത, അല്ലെങ്കിൽ ദൈവത്തെ രക്ഷിതാവായി സ്വീകരിക്കാത്ത വ്യക്തി ജീവിതമേ, നീ പലപ്പോഴും നിന്റെ ഭവനത്തിനുള്ളിൽ ഇരുന്ന് ഭാരങ്ങളും പ്രയാസങ്ങളും ആയിരിക്കുമ്പോൾ, നിന്റെ പുറത്ത് അല്ലെങ്കിൽ നിന്റെ വീടിൻ്റെ അടുത്ത് നീ എത്രയോ വട്ടം സുവിശേഷം കേട്ടിട്ടുണ്ട്. എത്രയോ പാസ്റ്റർമാർ യേശുവിനെ കുറിച്ച് ആമേൻ മാനസാന്തരപ്പെടുമെന്ന് നീ കേട്ടിട്ടും അതിനെ പലപ്പോഴും നീ തള്ളിക്കളഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ഞാൻ ലോകത്തിലെ ആശ്രയിക്കത്തുള്ളൂ, ഞാൻ വൈദ്യന്മാരിലെ ആശ്രയിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇപ്പോഴും നീ മുറുകെ പിടിക്കുന്ന ചില ആശ്രയങ്ങളില്ലേ, ഹല്ലേലൂയ, അതെല്ലാം ആമേൻ, സ്തോത്രം, ഒരു ദിവസം മാറിപ്പോവും. ആമേൻ, സ്തോത്രം. പലപ്പോഴും നിന്റെ വീടിൻ്റെ ചുറ്റും അല്ലെങ്കിൽ പല ഇടങ്ങളിലും പരസ്യങ്ങളായ കർത്തദാസന്മാർ വരുമ്പോൾ നിന്റെ ഭവനത്തിനുള്ളിൽ കയറി വന്നിട്ടില്ല, യേശുവിനെ കുറിച്ച് നീ കേട്ടിട്ടില്ല. ഹല്ലേലൂയ. അവിടെ നീ വിശ്വാസം ഉറപ്പിക്കുക. ആമേൻ, സ്തോത്രം. ആ യേശുവിൽ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്പെടും. ഹല്ലേലൂയ. ആ യേശുവിൻ്റെ വർത്തമാനം ഈ സ്ത്രീ കേട്ടു. 12 വർഷം കേൾക്കാത്തത്. ഹല്ലേലൂയ. അവൻ ഈ 12 വർഷം ലോകത്തിൻ്റെ ആമേൻ, സ്തോത്രം, ആശ്രയങ്ങളിൽ ആ സ്ത്രീ ഓടി. അവിടെയൊന്നും രക്ഷ കിട്ടിയോ? ഇല്ല. തൻ്റെ അവസ്ഥയ്ക്ക് ഒരു തുള്ളി പോലും മാറ്റം വരാത്തപ്പോൾ, ഹല്ലേലൂയ, ആ സ്ത്രീ ലാസ്റ്റ് എന്ത് ചെയ്തു, യേശുവിൻ്റെ വർത്തമാനം കേട്ടു. ഹല്ലേലൂയ. അവിടെ എന്ത് ചെയ്തു, അവിടെ എന്തായില്ല, മനസ്സിനെ കട്ടിവെച്ചില്ല. ഹല്ലേലൂയ. മനസ്സിനെ എന്ത് ചെയ്തു, ഇനി എനിക്ക് മനസ്സിനെ മടിപ്പിച്ചില്ല. ഹല്ലേലൂയ. 12 വർഷമായി ഓടിയില്ല. ഇത്രയൊക്കെ ഞാൻ പല ആൾക്കാരുടെ കയ്യിൽ അല്ലെങ്കിൽ വളരെ വൈദ്യന്മാരുടെ അടുത്ത് പോയി, എനിക്ക് രക്ഷ കിട്ടിയില്ല. ഇനിയാണോ എനിക്ക് രക്ഷ കിട്ടുന്നത്? ഇനി എൻ്റെ ഈ അവസ്ഥയ്ക്ക് മാറുമോ? ഈ അവസ്ഥയ്ക്ക് ഇനി ഒരു മാറ്റമില്ലെന്ന് ആ സ്ത്രീ ചിന്തിച്ചില്ല. ദൈവമക്കളെ, യേശു എന്ന വർത്തമാനം കേട്ടപ്പോൾ തന്നെ, ഹല്ലേലൂയ, തൻ്റെ ഹൃദയത്തിൽ എന്ത് ചെയ്തു, വിശ്വാസമുളവായി. ഹല്ലേലൂയ. ആ വിശ്വാസത്തിൻ്റെ പുറകിൽ അവൾക്ക് എന്ത് ചെയ്തു, വിടുതൽ കിട്ടി. ദൈവമക്കളെ, ഹല്ലേലൂയ. ആ വിശ്വാസത്തിലൂടെ അവൾ എന്ത് ചെയ്തു, ആമേൻ, സ്തോത്രം, പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് ദൈവത്തിൻ്റെ വസ്ത്രത്തെ തൊടുവാനിടയായി തീർന്നു. ബാധ മാറി താൻ സ്വസ്ഥയെന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇപ്പോൾ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങൾ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, നിങ്ങൾ ഏത് ബാധ എന്ന വേർഡ്, അതായത് ബാധ എന്ന് പറഞ്ഞ എന്താണ്, നമ്മളെ പിന്തുടരുന്ന ഒന്ന്. ഹല്ലേലൂയ. ഒരിക്കലും ഞാൻ നിന്നെ വിടുകയില്ലെന്ന് പറഞ്ഞാൽ നമ്മളെ പിന്തുടരുന്ന ഒരു ശക്തി. ഹല്ലേലൂയ. അത് ചിലപ്പോൾ നിന്റെ രോഗമായിരിക്കാം. ഹല്ലേലൂയ. അല്ലെങ്കിൽ നിന്റെ മനസ്സിനെ അലട്ടുന്ന പല വിഷയങ്ങളായിരിക്കാം. എങ്ങനെയെങ്കിലും നിന്നെ തകർത്തണം. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും നിത്യതയിൽ നിന്ന് ഓടിക്കാൻ വേണ്ടി ശത്രുവായ പല രീതിയിൽ നിന്റെ ഒരു ബാധ പോലെ നിന്റെ പുറകെ, ഹല്ലേലൂയ, ഒരിക്കലും വിട്ടുകൊടുക്കയില്ല എന്ന് പറഞ്ഞ്
പുറകെ നടക്കുന്ന ചില വിഷയങ്ങളില്ല, ചില ബാധ പോലെ നമ്മളെ ഇന്ന് മുറുകെ പിടിച്ചിരിക്കുന്ന ചില വിഷയങ്ങളില്ല എങ്കിൽ ഇന്ന് നീ യേശുവിനെ കുറിച്ച് കേൾക്കുന്നുവെങ്കിൽ നിന്റെ ഹൃദയത്തെ തുറക്ക്. ലുദിയാടെ ഹൃദയത്തെ തുറന്നതുപോലെ ഹല്ലേലൂയ നമുക്ക് മറ്റൊരുത്തനും രക്ഷയില്ല. അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുന്നു, ഹല്ലേലൂയ മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. ഹല്ലേലൂയ യേശുവിൻ്റെ നാമത്തിങ്കിൽ നിന്റെ സകല രോഗങ്ങളും മാറും. നിന്റെ യേശുവിലുള്ള വിശ്വാസത്തിങ്കിൽ നിന്നെ അലട്ടുന്ന ഏത് ബാധ ഒഴിഞ്ഞു പോകുക. നിന്നെ അലട്ടുന്ന ഏത് രോഗ ആത്മാവായിക്കൊള്ളട്ടെ ഹല്ലേലൂയ പലപ്പോഴും നീ ഭാരപ്പെട്ട് ഇതിനെ വിടുവിക്കാൻ എന്നെ ആർ കഴിയുമെന്ന് നീ ചിന്തിച്ചു നിന്റെ ഹൃദയത്തെ തളരുന്നുണ്ടെങ്കിൽ തളരരുത്. ഹല്ലേലൂയ ദൈവത്തിൽ വിശ്വസിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിനെ നീ രക്ഷിതാവായി സ്വീകരിക്കുക. നിന്റെ ശരീരത്തിന് സകല ബാധ ഒഴിഞ്ഞു പോകും. ഹല്ലേലൂയ ആമേൻ പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 34 നമ്മൾ ഓൾറെഡി വായിച്ചു. എന്താണ് എന്ത് ചെയ്തു? സമാധാനത്തോടെ പോയി. ഹല്ലേലൂയ അതേ ദൈവമക്കളെ, നമ്മളെ അലട്ടുന്ന ബാധ പോലെ പിന്തുടരുന്ന ശക്തികളിൽ നിന്ന് നമുക്കൊരു സമാധാനം വേണമെങ്കിൽ കർത്താവ് നമ്മളെ തൊടണം. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ഇവിടെ ഈ സ്ത്രീ എന്ത് ചെയ്തു? തന്നിലുള്ള എല്ലാ ആശ്രയം നഷ്ടപ്പെട്ട് അവിടെ മിണ്ടാതിരുന്നില്ല, അവിടെ തളർന്നിരുന്നില്ല. ഹല്ലേലൂയ യേശു എന്ന വർത്തമാനം കേട്ടപ്പോൾ അവൾ എന്ത് ചെയ്തു? വളരെ വിശ്വാസത്തോടുകൂടി അവരുടെ വസ്ത്രത്തിൻ്റെ തൊങ്ങലേൽ എനിക്ക് തൊട്ടാൽ സൗഖ്യമുണ്ടെന്നും പറഞ്ഞ് അവിടെ അടങ്ങിയിരിക്കാതെ വണ്ണം ദൈവത്തെ തേടി തൻ്റെ കൈകളെ മേൽ തൊട്ടുവാൻ അല്ലേ, തൻ്റെ കൈകൾ കൊണ്ട് ആമേൻ സ്തോത്ര 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 ഹല്ലേലൂയ ആമേൻ സ്തോത്ര ഹല്ലേലൂയ. സാധാരണ രീതിയിൽ ഹല്ലേലൂയ ഒരു രക്തസ്രവമായുള്ള സ്ത്രീ ആരും തൊടുകയില്ല. ആമേൻ സ്തോത്ര. എല്ലാവരും എന്ത് ചെയ്തു? അശുദ്ധ എന്നും പറഞ്ഞ് അവളെ മുദ്ര വെച്ച് ഹല്ലേലൂയ പലരും അവളുടെ അടുക്കൽ പോലും വരികയില്ലാത്തൊരവസ്ഥ. ആമേൻ സ്തോത്ര. അവളെ തൊടുന്നവനെല്ലാം അശുദ്ധനാകും. എങ്കിൽ ആ ഒരു തിരുവെഴുത്ത് അല്ലെങ്കിൽ ആ ഒരു നിയമം കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തു? അവിടെ നിന്ന് മാറ്റി. ഹല്ലേലൂയ ആമേൻ സ്തോത്ര ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു അവിടെ എന്ത് ചെയ്തു? അവൻ യേശുവിനെ തൊട്ടപ്പോൾ ഏത് അശുദ്ധം എന്ത് ചെയ്തു? ശുദ്ധനായി തീരും. ഹല്ലേലൂയ. ഏത് അശുദ്ധ അവസ്ഥയാണെങ്കിലും ആമേൻ മനുഷ്യരെല്ലാം നിന്റെ മുമ്പിൽ അറപ്പാക്കുന്ന വിഷയമാണെങ്കിലും കർത്താവായ യേശു ക്രിസ്തു നിന്നെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തൊങ്ങല നീ ഒന്ന് തൊട്ട ആമേൻ സ്തോത്ര. ദൈവത്തിൻ്റെ വർത്തമാനം കേട്ട് വിശ്വാസത്തോടെ ദൈവത്തോട് പറഞ്ഞ ആമേൻ സ്തോത്ര ഏത് അശുദ്ധനും എന്ത് ചെയ്യും? ഏത് അശുദ്ധിയും എന്തായി തീരും? ശുദ്ധമായി തീരും. ഹല്ലേലൂയ ആമേൻ സ്തോത്ര ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ സ്തോത്ര. അതിൻ്റെ താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ എന്താണ്? ബാധ ഒഴിഞ്ഞു. ഹല്ലേലൂയ അതേ ദൈവമക്കളെ, നമുക്കറിയാം ആമേൻ സ്തോത്ര. അതായത് ഉൽപ്പത്തി പുറപ്പാട് നമ്മൾ വായിക്കുമ്പോൾ 15-ാം അധ്യായത്തിലുണ്ട്. ആമേൻ സ്തോത്രം എന്ത് ചെയ്തു? ഇസ്രായേൽ മക്കളെ പിന്തുടർന്നു. ഹല്ലേലൂയ ആര്? ഫറവോനും സൈന്യവും അല്ലേ, ഒരു ബാധ പോലെ അവരെ പിന്തുടരുവാൻ ഇടയായി തീർന്നു. ലാസ്റ്റ് എന്ത് ചെയ്തു? അവരെന്ത് ചെയ്തു? ദൈവം കടൽമേൽ തള്ളിയിടുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. അവർ ചെങ്കടലിലെ നടുവിൽ ആമേൻ സ്തോത്രം അവരെ എന്ത് ചെയ്തു? തള്ളിയിടുവാൻ ദൈവം ഇടയാക്കിയതുപോലെ അവരെ പിന്തുടർന്നു അല്ലേ. നമുക്കറിയാം പുറപ്പാട് 15-ാം അധ്യായത്തിൻ്റെ 9 ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എൻ്റെ ആശ അവരാൽ പൂർത്തി വരും. ഹല്ലേലൂയ. ഇങ്ങനെ പിന്തുടരുന്ന ഇങ്ങനെ ഒരു ബാധ പോലെ നമ്മുടെ ജീവിതത്തെ പിന്തുടരുന്ന ചില ആമേൻ സ്തോത്രം മറഞ്ഞിരിക്കുന്ന ചില അന്ധകാര ശക്തികളുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. നിനക്ക് ഒരിക്കലും ഞാൻ സമാധാനം തരികയില്ല. ആമേൻ സ്തോത്രം. കുറച്ചു നേരം നിനക്ക് സമാധാനം തന്നു, പിന്നീട് ഞാൻ നിനക്ക് എന്തില്ല തരികയില്ല. നിന്നെ ഞാൻ എന്ത് പിടിക്കും? നിന്റെ കൊള്ള, നിന്റെ ജീവിതത്തിലുള്ള നന്മകൾ, നിന്റെ ജീവിതത്തിലുള്ള സകലതും ഞാൻ എന്ത് ചെയ്തു? പങ്കിടും. അതെല്ലാം ഞാൻ പിടിച്ചടക്കുമെന്ന് നമ്മളെ പിന്തുടരുന്ന ചില ബാധകളുണ്ട് ദൈവമക്കളെ. എന്ന് പലക്കാലം നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യണം? പുറത്തു വരണം. ഹല്ലേലൂയ ആമേൻ സ്തോത്ര ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതം ഇങ്ങനെയുള്ള വിഷയത്തിൻ്റെ നടുവിൽ നിങ്ങളെ പിന്തുടരുന്ന ഹല്ലേലൂയ ദുഷ്ടൻ്റെ സകല പദ്ധതികളുടെ നടുവിൽ എന്ത് ചെയ്യണം? മിണ്ടാതിരിക്കില്ല. യേശുവിനെ കുറിച്ച് കേൾക്കുക. യേശുവിനെ മാത്രമേ നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയുകയുള്ളൂ. മറ്റു ലോകപരമായി നിങ്ങൾ ഓടി അതിനെല്ലാം താൽക്കാലികമാണ് ദൈവമക്കളെ. നിനക്ക് സ്വസ്ഥതയുണ്ട്, നിനക്ക് സമാധാനം, നിന്റെ ഹൃദയത്തിൽ ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു സ്വസ്ഥതയും സമാധാനം വേണമെങ്കിൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. പലപ്പോഴും യേശുവിനെ കുറിച്ച് കേട്ടിട്ടും വേണ്ട പ്രാധാന്യം കൊടുക്കാതെ നീ പലപ്പോഴും നിന്റെ ഹൃദയത്തിൽ തള്ളിക്കളഞ്ഞിട്ടില്ലേ? ആമേൻ സ്തോത്രം. പലപ്പോഴും നിന്റെ വീട്ടിൽ തേടി വന്നിട്ടില്ല കർത്തദാസന്മാർ. ഹല്ലേലൂയ. പലപ്പോഴും അവരെയൊക്കെ തള്ളി മാറ്റി അല്ലെങ്കിൽ അവരുടെ മേലല്ല അവരെയൊക്കെ ഒഴിഞ്ഞു മാറി നീ പലപ്പോഴും ജീവിതത്തിൽ നടക്കുന്നില്ല. ഇല്ല ഇതിലൊന്നും എനിക്ക് വിശ്വാസമില്ല,
ഇത് യേശു ഒന്നും എന്നെ വിടുവിക്കയില്ലെന്ന് പലപ്പോഴും നിന്റെ ഹൃദയത്തിൽ നീ ചിന്തിച്ചിട്ടില്ല എങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ഈ വചനം പറയാണ്, നിനക്ക് സമാധാനത്തോടെ നിന്റെ വീട്ടിൽ സ്വസ്ഥത വേണമെങ്കിൽ എന്തിനാ യേശുവിനെ സ്വീകരിക്കുക, കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അതേ ദൈവമക്കളെ, ഇസ്രായേൽ മക്കളെ പിന്തുടർന്ന ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, ഫറവോനെ സൈന്യത്തെ ദൈവം എന്ത് ചെയ്തു? ചെങ്കടലിൽ എന്ത് ചെയ്തു? തള്ളിയിട്ട് അവർ ആശ പൂർത്തീകരിച്ചോ? ഇല്ല. ആ ഫറവോന്റെ ആഗ്രഹം ദൈവം നടത്തിയോ? ഇല്ല. ആമേൻ, സ്തോത്രം. ദൈവം എന്ത് ചെയ്തു? ദൈവമക്കളെ താങ്ങുവാനിടയായി തീർന്നു, രക്ഷിക്കുവാനിടയായി തീർന്നു. ആമേൻ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവ മക്കളെ, നമ്മളെ പിന്തുടരുന്ന ഹല്ലേലൂയ ബാധയായിട്ടുള്ള എന്ത് വിഷയമായിക്കൊള്ളട്ടെ, തൽക്കാലം നമുക്കറിയാം യെശയ്യാവിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 41 അധ്യായത്തിൽ ഇപ്രകാരം ഒരു വചനമുണ്ട്, അവർ നിന്നെ പിന്തുടരും. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, അവരെ നീ എന്തില്ല കാണുകയില്ല. ഹല്ലേലൂയ എന്നൊരു വചനം നമുക്കവിടെ വായിക്കാൻ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അതേ ദൈവമക്കളെ, പലതും നമ്മളെ പിന്തുടരും. എങ്ങനെയെങ്കിലും നീ ദൈവത്തെ ത്യജിച്ചു പറയണം, അല്ലെങ്കിൽ നിന്റെ രോഗം കൊണ്ട് നിന്റെ ജീവിതത്തിൽ അനവധി കഷ്ടങ്ങളും കൊണ്ട് ഇടുമ്പോൾ എങ്ങനെയെങ്കിലും നിന്നെ നിത്യതയിൽ നിന്ന് തള്ളിയിടാനാണ് ശത്രു അതുപോലെയുള്ള ബാധകളാൽ ഹല്ലേലൂയ നിന്നെ പിന്തുടരുന്നത്. എങ്കിൽ ഈ നാളുകളിൽ യേശുവിനെ കുറിച്ച് കേൾക്കുക, യേശുവിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കാണുന്ന എന്താ? മകളെ, നിന്റെ വിശ്വാസമാണ് നിന്നെ രക്ഷിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. പല സാഹചര്യങ്ങളും നമുക്ക് ദൈവത്തിൽ വേണ്ട വിധം വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലേ? പക്ഷെ ഇവിടെ എന്താണ് പറയുന്നത്? നിന്റെ വിശ്വാസ ദൈവമക്കളെ, ചില വിഷയങ്ങളുടെ നടുവില്ല ഇതുപോലെയുള്ള ബാധ പോലെ നമ്മളെ പിന്തുടരുന്ന വിഷയങ്ങളെ ഉണ്ടല്ലോ, നമുക്ക് കർത്താവിൽ അല്ലെങ്കിൽ അതിപരിശുദ്ധ വിശ്വാസം വേണം ദൈവമക്കളെ. ആമേൻ, സ്തോത്ര. നമുക്കറിയാം യൂദ ആ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരമുണ്ട്, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി. അതായത് നമുക്ക് അതിവിശുദ്ധമായ വിശ്വാസം വേണം ദൈവത്തിൽ. ആമേൻ, സ്തോത്ര. ആ വിശ്വാസം നിന്റെ ജീവിതത്തിൽ വിടുതൽ കൊണ്ടുവരും. ഇതുപോലെയുള്ള ബാധ പോലെയുള്ള നമ്മളെ പിന്തുടരുന്ന ഹല്ലേലൂയ ദുഷ്ടന്റെ ശക്തികളിൽ നിന്ന് നീ പുറത്തു വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, ദൈവത്തിലൊരു വിശ്വാസം വേണം, അടിയുറച്ച വിശ്വാസം വേണം. ഹല്ലേലൂയ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? സത്യവചനങ്ങളെ എന്ത് ചെയ്യണം? കേൾക്കണം. ഹല്ലേലൂയ. അവിടെ ഇവിടെ ഓടി നടന്ന് ഹല്ലേലൂയ മനസ്സിന് സുഖമുള്ളതും ചെവിക്ക് സുഖമുള്ളതും വചനങ്ങളല്ല ദൈവമക്കളെ നമ്മൾ കേൾക്കേണ്ടത്. നമ്മളെ ഉറപ്പിക്കുന്ന ദൈവവചനം വേണം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. എബ്രായർ 1:3 സകലത്തെയും വഹിക്കാൻ കഴിയും, സകലത്തെയും തൻ്റെ വചനത്താൽ വഹിക്കുക. യേശുവിനെ കുറിച്ച് അവിടെ വിവരിച്ചേക്കുക, സകലത്തെയും തൻ്റെ വചനത്താൽ വഹിക്കുന്നവൻ. അതായത് ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് ബാധയായിക്കോട്ടെ, ഏത് രോഗമായിക്കൊള്ളട്ടെ, ഏത് അസ്വസ്ഥതയായിക്കോട്ടെ, ഏത് അവസ്ഥയായിക്കോട്ടെ, അതിനെ സകലത്തെയും നിനക്ക് നിന്റെ വിശ്വാസം, ഈ വിശ്വാസം എവിടെ നിന്ന് വരുന്നു? ദൈവത്തിൻ്റെ വചനത്തിൽ. ആകെ നമുക്കറിയാം റോമിലൊരു വചനമുണ്ടല്ലോ 10:17, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ഹല്ലേലൂയ. അപ്പം നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിനക്ക് വിശ്വാസം എവിടെ നിന്ന് വരുന്നു? വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്തെ. അപ്പം ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ വചനത്തെ ആശ്രയിക്കുക. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ ആമേൻ, സ്തോത്രം, പല ബന്ധനങ്ങളും അഴിയും. നിന്നെ പിന്തുടർന്ന് ഏത് കടുത്ത ബാധയാണെങ്കിൽ അത് നിന്നെ വിട്ടുപോകാൻ ദൈവം സഹായിക്കും. നിനക്ക് സ്വസ്ഥത വരും. ആരും പകർന്നു തരാത്ത സ്വസ്ഥത, അപ്പൻ തരാത്തത്, അമ്മ തരാത്തത്, മക്കൾ തരാത്ത സ്വസ്ഥത നീ അനുഭവിക്കാൻ തുടങ്ങുക. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അപ്പോൾ ദൈവവചനം നമ്മൾ കൊരിന്ത്യരിൽ വായിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് എന്തുണ്ട് മക്കളെ? ദൈവ സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് നിന്നിലുണ്ടെങ്കിൽ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്, നിനക്ക് സ്വസ്ഥതയുണ്ട്. ആമേൻ, സ്തോത്രം. നീ സ്വസ്ഥതയായിട്ടിരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുക. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ സ്വസ്ഥമായിരിക്കുക. സകല ബാധകൾ നമ്മൾ പിന്തുടരുന്ന സകലത ഒഴിഞ്ഞുകൊണ്ട് സ്വസ്ഥമായി നമുക്ക് നമ്മുടെ ക്രിസ്ത്യ ജീവിതം നയിക്കാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വചനങ്ങൾ ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.